തിരുവനന്തപുരം പാലോട് പടക്കക്കടയ്ക്ക് തീപിടിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലോട് സ്വദേശി ഷിബുവിനാണ് പരിക്കേറ്റത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പുലർച്ചെയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഷിബു എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീമുരുക പടക്കുകടയ്ക്കാണ് തീപിടിച്ചത്. പുലർച്ചയോടുകൂടി പൊടുന്നനെ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ആദ്യം വിവരം അറിയുന്നത്. ആ സമയത്ത് ഉടമയായിട്ടുള്ള ഷിബു മാത്രമാണ് ഈ കടയ്ക്കകത്തുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്തു. അതിനുശേഷമാണ് ഷിബുവിനെ പുറത്തെടുക്കുകയും ചെയ്യുന്നത്. ഷിബുവിന് വലിയ രീതിയിൽ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിനെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രാഥമികമായും പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തീപിടുത്തം ഉണ്ടായതാകാം. പക്ഷേ എങ്ങനെയാണ് തീപിടിച്ചത് അടക്കമുള്ള കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. പ്രാഥമികമായി ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ മറ്റ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റ് വീടുകളോ ഒന്നും തന്നെ ഈ സ്ഥലത്ത് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഉരുവായത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തത്. എന്തായാലും ഷിബു മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഇതിനുശേഷം രാവിലെയോട് കൂടിയാണ് ഈ മറ്റ് തൊഴിലാളികൾ ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് എത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു മേഖല, അതായത് പാലോട്, നന്ദിയോട്, ഒപ്പം തന്നെ പച്ച, ആലമ്പാറ അടക്കമുള്ള ഈ മേഖലകളിലെ ജനങ്ങൾ ജീവിക്കുന്ന ഈ ഒരു കുടിൽ വ്യവസായത്തോടു കൂടിയാണ്. ഇത്തരത്തിൽ നിരവധി ജനങ്ങൾ അവിടെ താമസിക്കുന്നതും ഒപ്പം തന്നെ അവർ ജീവിതം പോറ്റി മുന്നോട്ട് പോകുന്നത് ഈ ഒരു പടക്ക നിർമ്മാണ ശാലകൾ കൊണ്ട് തന്നെയാണ്. അവരുടെ കുടിൽ വ്യവസായം തന്നെയാണ് ഇത്. ഒപ്പം തന്നെ എല്ലാവർക്കും ലൈസൻസ് ഉണ്ട് എന്നാണ് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം പറയുന്നത്. ലൈസൻസ് ഉള്ള കടകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കടകളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിവരമില്ല. പക്ഷേ 2 കിലോ ഈ ഒരു പടക്കപ്പൊടിയാണ് ഒരാൾക്ക് കൈവശം വെക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്, ലൈസൻസ് പ്രകാരം അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷിച്ചു വരേണ്ടത്. പല കടകളിലുള്ള പല ഉടമകളും ഇത്തരത്തിൽ 2 കിലോയ്ക്ക് പകരം 20 കിലോ അടക്കം പടക്കപ്പൊടികൾ കൈവശം വെക്കാറുണ്ട്. അതാണ് പല രീതിയിൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി സമാനമായ രീതിയിൽ പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സമീപവാസികൾ പറയുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. തുടർന്ന് ഷിബുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതീവ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.